സമാധാനമായി എന്ന് നമ്മൾ കരുതും. പക്ഷേ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അന്ന് രാത്രി ഒരു ബോംബ് വന്ന് വീണിരിക്കും. ഇതാണ് ഇറാൻ US കരാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമാധാന കരാറായി എല്ലാം ശുഭമായി അവസാനിക്കാൻ പോകുന്നു എന്ന് വിശ്വസിച്ചിരുന്ന സമയത്താണ് തെഹ്റാനിലും തീരപ്രദേശങ്ങളിലുമൊക്കെ അമേരിക്ക ബോംബ് വർഷിച്ചത്. തുടർന്ന് അതിന് പ്രതിഫലനമെന്നോണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇറാൻ്റെ വക ബോംബ് വർഷവും ഉണ്ടായി. അതായത് സമാധാനം വീണ്ടും അകന്നു പോകുന്നു എന്ന തോന്നലാണ് ഇപ്പോൾ ലോകമാകെ പടർന്നിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ വീണ്ടും ചർച്ചയിലേക്കൊക്കെ പോകുന്നുണ്ട്. അത് എങ്ങനെ വരുമെന്ന് അറിയില്ല. അജിംസ്, ഇത് ഒരു ശാശ്വതമായ സമാധാനത്തിലേക്ക് പോകാൻ എന്താണ് തടസ്സമായി നിൽക്കുന്നത്? ശരിക്കും ഇസ്രായേലാണ് തടസ്സം. അത് നമ്മളിവിടെ പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സമാധാനത്തിന് തടസ്സം ഇസ്രായേൽ മാത്രമാണ്. ഇപ്പോൾ 2015 അന്ന് യുദ്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഇറാനും അമേരിക്കയും ലോക വൻ ശക്തി രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഒരു ഇറാൻ ആണവ കരാർ ഉണ്ടാക്കിയിരുന്നു. ഇറാൻ ആണവ കരാർ ഉണ്ടാക്കാൻ കാരണം പല ഘട്ടങ്ങളിലായി ഇറാൻ ആണവായുധം ഉണ്ടാക്കും എന്നുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ആരോപണത്തിനെതിരെ ഇറാൻ അവരുടെ ആണവ നിലയങ്ങൾ തുറന്നു കൊടുക്കുന്നു. അത് വലിയ അന്താരാഷ്ട്ര തർക്കമായി മാറുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ പലപ്പോഴും അവരെ ഇതാ ബോംബുണ്ടാക്കി എന്ന് പല ഘട്ടങ്ങളിലായി ഈ നെതന്യാഹുവിനെ 90 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ കയ്യിൽ ബോംബുണ്ട്, ഇപ്പോൾ ഉണ്ടാക്കും, ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു സെറ്റിൽമെൻ്റ് ആയിട്ടാണ് ഇറാൻ ആണവ കരാർ ഉണ്ടാക്കുന്നത്. പക്ഷേ ഒബാമയുടെ കാലത്തുണ്ടാക്കിയ ആണവ കരാർ ഇസ്രായേലിന് സമ്മതമായിരുന്നില്ല. അപ്പോൾ ആ ആണവ കരാറിനെതിരെ ഇസ്രായേൽ അമേരിക്കയിൽ ചെലവഴിച്ച തുക $40 മില്യൺ, അതായത് $4 കോടി. അതായത് ആ ആണവ കരാർ അട്ടിമറിക്കാൻ വേണ്ടി അവർ അമേരിക്കയിൽ ലോബിങ്ങിന് വേണ്ടി ചെലവഴിച്ച തുകയാണ്. അപ്പോൾ ഇസ്രായേൽ നേരിട്ട് മാത്രമല്ല ലോബിങ് നടത്തിയപ്പോൾ അമേരിക്കൻ ഇസ്രായേൽ ഐപാക് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അമേരിക്ക ഇസ്രായേൽ തമ്മിലുള്ള ബന്ധം വഷളാക്കുന്ന ഒരു പൊതുവേദി, ഉഷാറാക്കുന്ന പൊതുവേദി. അവരാണ് ലോബിങ്ങിൻ്റെ ഫണ്ട് ഇറക്കുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു സമാധാന കരാറുണ്ടായി. അന്ന് $40 മില്യൺ ചിലവഴിച്ചെങ്കിൽ ഇന്ന് എത്ര ഡോളർ ചിലവഴിച്ചുകൊണ്ട് ലോബിങ് നടത്തുന്നുണ്ടോ? അപ്പോൾ അന്നത്തേക്കാൾ ഇന്നുള്ളൊരു മാറ്റം, അന്ന് അതിന് തൊട്ടുടനെ തന്നെ ട്രംപ് അധികാരത്തിൽ വരുന്നു. ട്രംപ് ഇറാൻ കരാറിൽ നിന്ന് പിന്മാറുന്നു. പിന്നീട് ആണിപ്പോൾ ഈ ട്രംപിൻ്റെ കാലത്താണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇസ്രായേലിന് അനുകൂലമായിട്ട് ഏറ്റവും ശക്തമായ നിലപാടെടുത്ത പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ ഇസ്രായേൽ അമേരിക്ക ബന്ധത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഐസൻഹോറിൻ്റെ കാലം മുതൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബന്ധം ഊഷ്മളമായിരിക്കെ തന്നെ ഇസ്രായേലിന് അനുകൂലമായി ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അദ്ദേഹം അമേരിക്കൻ എംബസി ജെറുസലേമിലേക്ക് മാറ്റുന്നു, തെലവീവിൽ നിന്ന്. അതുപോലെ PLOയുടെ ഓഫീസ്, അമേരിക്കയുടെ ഓഫീസ് അടച്ചുപൂട്ടുന്നു. ഇസ്രായേലിന് വേണ്ടി ഇറാനെ ആക്രമിക്കുന്നു. അങ്ങനെ പരസ്യമായി ഇസ്രായേലിനൊപ്പം ചേർന്ന് വേറൊരു പ്രസിഡൻ്റില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് വരുന്നതിന് തൊട്ട് മുമ്പ് ഇറാൻ ആണവ കരാറിന് വേണ്ടി ഇസ്രായേൽ ഇറങ്ങിക്കളിച്ചതിൻ്റെ ഒരു ദുരനുഭവം ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടാകുന്നുണ്ട്. അന്ന് അങ്ങനെ ഇറങ്ങിക്കളിച്ചതിൻ്റെ ഫലമായി അതൊരു നല്ല കരാറായിരുന്നു എന്ന് ഡെമോക്രാറ്റുകൾക്കുൾപ്പെടെ അഭിപ്രായമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഒബാമ ഒപ്പിട്ടത്. അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ഇസ്രായേൽ ഇറങ്ങിക്കളിച്ചതിൻ്റെ ഫലമായി അമേരിക്കൻ ജനത വലിയ തോതിൽ പോളറൈസ്ഡായി ഇസ്രായേലിൻ്റെ കാര്യത്തിൽ. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉണ്ടായ അമേരിക്കയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണത്. മുമ്പ് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കുകളും ഒരുപോലെ ഇസ്രായേലിനെ അനുകൂലിച്ചിരുന്നുവെങ്കിൽ ഇന്ന് 2 പാർട്ടിയിലും, ഡെമോക്രാറ്റിലും റിപ്പബ്ലിക്കിലും, ഒരു വിഭാഗം ജനങ്ങൾ ഇസ്രായേലിനെ സംശയദൃഷ്ടിയോടെ നോക്കുകയും ഒരുപക്ഷെ അമേരിക്കയിൽ ഇത്രയും ഇസ്രായേൽ വിരുദ്ധത ഇസ്രായേൽ രൂപം കൊണ്ടതിന് ശേഷം ഒരിക്കലും ഉണ്ടാവാത്ത വിധം അത്രയും പോളറൈസ്ഡായി കഴിഞ്ഞിരിക്കുന്നു. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇസ്രായേൽ വീണ്ടും ഈ സമാധാനം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഈ സമാധാന കരാർ ഒപ്പിട്ടാലും ഇതിങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ദീർഘകാലം നിലനിൽക്കുന്ന ദീർഘകാല സംഘർഷത്തിനുള്ള വാതിലാണത്. അത് അവസാനിക്കാൻ പോകുന്നില്ല നമ്മൾ പറഞ്ഞിരുന്നു. അതിങ്ങനെ ഓൺ ഓഫ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ സമാധാനം ഇപ്പോൾ തോന്നും, നാളെ ചിലപ്പോൾ 4 ബോംബ് കൂട്ടും, 5 മിസൈൽ വിടും, അതുണ്ടാവും. അങ്ങനെ ഒരു ശാശ്വത സമാധാനം വളരെ അടുത്താണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇക്കാര്യത്തിൽ. പക്ഷേ അത് ഈ കരാറുകളൊക്കെ ഇപ്പോൾ ഈ പറയുന്ന കരാർ, അതിലുള്ള വ്യവസ്ഥകൾ അതുപോലെ പാലിക്കപ്പെട്ടാൽ അത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമെന്നുള്ള വ്യാഖ്യാനം പൊതുവെ ഉണ്ടായിരുന്നു. ഈ വ്യാഖ്യാനമാണോ ഒരു പക്ഷേ അമേരിക്കയെ അതിൽ നിന്ന് അമേരിക്കയിൽ തനിക്ക് പിന്തുണ വീണ്ടും നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം ഒക്കെ കാരണം ട്രംപ് തന്നെ അതിൽ നിന്ന് പിന്നാക്കം പോകുന്നതാണ്? എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന് ഒരു കാരണം ഇറാൻ അതിനകത്തൊരു പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഈ കരാർ പ്രകാരം ഇറാൻ ഹോർമുസിൻ്റെ കംപ്ലീറ്റ് നിയന്ത്രണം ഞങ്ങളുടെ കയ്യിലായിരിക്കും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു നിലയ്ക്കും ഹോർമുസിൻ്റെ നിയന്ത്രണം മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കുകയോ
ഹോർമുസിൽ ഞങ്ങളുടെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ മറ്റാരെങ്കിലും അനുവദിക്കുകയോ ചെയ്യില്ല എന്ന് അവർ അഡമൻ്റായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ഒരു കപ്പൽ ഇവർ ആക്രമിച്ചു. ആ കപ്പൽ എന്ന് വെച്ചാൽ ഇറാൻ ഹോർമുസിൽ കൂടെ കപ്പലുകൾ ഏത് പാതയിൽ പോകണം, ആ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന കപ്പലുകളുടെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കില്ല എന്ന്, ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇറാൻ്റെ നേവി നിർദ്ദേശിച്ച റൂട്ട് വഴി അല്ലാതെ പോകാൻ ശ്രമിച്ചൊരു കപ്പൽ ആക്രമിക്കപ്പെട്ടു. അതാണ് അമേരിക്കയുടെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രത്യാക്രമണത്തിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു. ഇറാൻ പിടിക്കുന്നത് ഹോർമുസാണ് ഇറാൻ്റെ വജ്രായുധം എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ആണവായുധം എന്ന് പറയുന്നത് ഹോർമുസാണ്. ആ ഹോർമുസിൽ ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു സംഗതി ലൂസായാൽ, അതായത് ഇറാൻ പറയുന്നത് പോലെ അല്ലാതെ അവിടെ കപ്പലുകൾ ഓടി തുടങ്ങിയാൽ ഇറാൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നതാണ് അർത്ഥം. അവിടെ ലേശം കോംപ്രമൈസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ യുദ്ധത്തെ പിടിച്ചു നിർത്താനും ലോകത്തെ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരാനും അവർ പറയുന്ന ടേബിളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനും കഴിയുള്ളൂ. അതാണ് അവർ ഹോർമുസിലെടുത്തുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ടെൻഷന് കാരണം. അതുകൊണ്ട് നിങ്ങൾ ഈ യുദ്ധത്തിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇപ്പോഴത്തെ കരാർ പ്രകാരം ഹോർമുസിൻ്റെ നിയന്ത്രണം ഞങ്ങൾക്കാണ്, ഞങ്ങൾക്ക് ആ നിയന്ത്രണമാണ് ഞങ്ങൾ കരുതുന്നു, നിങ്ങളും പറയുന്നു. എന്നിട്ട് അതുവഴി തോന്നിയ വഴിക്ക് കപ്പലോടിക്കാൻ പറ്റില്ല, ഞങ്ങൾ വരച്ച വരയിൽ കൂടി ഓടിക്കണം എന്ന ഒരു പോളിസി അവരെടുത്തിരിക്കുകയാണ്. ലൈൻ മാറ്റിയ കപ്പൽ അവർ ആക്രമിച്ചപ്പോൾ ട്രംപിൻ്റെ അമേരിക്കയ്ക്ക് ദേഷ്യം വന്നു, അവർ പ്രത്യാക്രമണം നടത്തി. അപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ഈ കരാറിനകത്ത് ഞങ്ങളുടെ പോയിന്റിൽ നിന്ന് ഒരു തരി പിന്നോട്ട് പോകാൻ തയ്യാറല്ല, നിങ്ങൾ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും വൈൻതോതുള്ള സൈനിക നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്നാലും ഞങ്ങളുടെ പോയിന്റിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നടക്കണം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഹോർമുസിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഒമാനും വേറെ ആരും വേണ്ട എന്നുള്ളത്. വേറെ ഒരു തരത്തിലുള്ള ഇളവും അവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന കർശന സന്ദേശം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും അമേരിക്കയും മറ്റ് പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഹോർമുസ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കിയാൽ, ഇറാൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് കുറച്ചൊന്ന് കപ്പലുകൾക്ക് സ്വതന്ത്രമായി ഓടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. ആ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. ആ കീഴ്വഴക്കം ഉണ്ടാക്കാൻ തന്ത്രപരമായി ഓടിയ കപ്പലുകൾ ആക്രമിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ഞങ്ങൾ പറയുന്ന വഴിക്ക് ഓടാം, അല്ലെങ്കിൽ നമുക്ക് ഹോർമുസ് അടച്ചിടാം, എന്നിട്ട് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാമെന്ന് സന്ദേശം കൊടുക്കുകയാണ്. ആ ഒരു പ്രോസസ്സ് പൂർത്തിയായതാണ് ഈ കണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.